ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് എന്ന് തന്നെ പറയണം, കാരണം കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. ചെറിയ സപ്പോർട്ടാണെങ്കിലും കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. ഞാൻ ഷോപ്പിംഗ് റിലേറ്റഡ് ഹോൾ വീഡിയോസൊക്കെ ആയിട്ടാണ് എൻ്റെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെറിയൊരു വ്ളോഗിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൂടെ ഉണ്ടാകണം. ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതിനിപ്പം വലുതായി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. ഇപ്പം ഞാനിപ്പം ഖത്തറിലാണുള്ളത്. ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇവിടത്തേക്കിപ്പം സെറ്റിൽഡ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ജൂലൈ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ സ്കൂളൊക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം 2 months ആവാറായി. സ്കൂളും കാര്യങ്ങളും അഡ്മിഷനൊക്കെ എടുക്കേണ്ടതായിട്ട് നോക്കുന്നുണ്ട്. ഒന്നും ഇതുവരെ സെറ്റായിട്ടില്ല. ഇൻഷാ അല്ലാഹ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ ഇപ്പം കുട്ടികൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതൊരു ചെറിയൊരു വീഡിയോ, ഒരു ജസ്റ്റ് പുറത്ത് പോയപ്പോൾ ഞാനൊന്ന് എടുത്തിട്ടൊന്ന് ചാനലൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നേ ഉള്ളൂ. കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ നല്ല വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കാം. ഇവിടുത്തെ സ്ഥലങ്ങളും കുക്കിങ്ങും പിന്നെ എന്താ പറയുക, പുറത്ത് പോകുന്ന കാര്യങ്ങളും എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഗാലറിയിലേക്കാണ്. ഓൾഡ് ദോഹ പോർട്ടിൻ്റെ അടുത്തുള്ള സിറ്റി ഗാലറി എന്ന് പറയും. അവിടെ കാണാനൊക്കെ അടിപൊളിയാണ്. ഞങ്ങളൊരു വൈകുന്നേരം ഒരു 5 മണി ആ സമയത്താണ് ഇറങ്ങിയത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതല്ലാത്ത രീതിയിൽ ചെറിയൊരു ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ഈ സൺസെറ്റ് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എത്താൻ പറ്റി അവിടെ. ഈ കാണുന്നതാണ് മിനാ പോർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ല ഭംഗിയായിട്ടുണ്ട്. അത് എന്താ പറയുക, നമ്മളൊരു വേറെ തന്നെ ഒരു കൺട്രിയിലെത്തിയ പോലെ ഉണ്ടാവും. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബിൽഡിങ്സാണ്, എന്തോ പെയിൻറ്റിങ് ചെയ്ത് വെച്ച പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. പക്ഷേങ്കിൽ ഞങ്ങൾ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾക്ക് 9 മണിയാകുമ്പോഴേക്ക് അവിടെ ഓൾഡ് ദോഹ പോർട്ടിൽ സിറ്റി ഗാലറിയിൽ അക്വേറിയം ഉണ്ട്, അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട്. അത് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് പിന്നീട് ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരുപാട് നല്ല നമുക്കെന്താ പറയുക, ഇൻസ്റ്റാഗ്രാമബിൾ പ്ലേസസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള സ്ഥലമാണ് ഈ മിനാ പോർട്ട്. അതിൻ്റെ ഉള്ളിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ഷോപ്സും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് നമ്മുടെ കടലിൻ്റെ ഒക്കെ അരിയത്തായിട്ടാണ് വരുന്നത്. ബീച്ച് കോർണിഷ് ആ ഏരിയയിലാണ് വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ബോക്സ് പാർക്ക് ഉണ്ട്, കോർണിഷ് ഉണ്ട്, അങ്ങനെ എല്ലാം ഇതിൻ്റെ അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട് കാര്യങ്ങളൊക്കെ. ഇതാണ് സിറ്റി ഗാലറി വരുന്ന ആ ഒരു ബിൽഡിങ്. അതിൻ്റെ ഉള്ളിലാണ് അക്വേറിയം കാര്യങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ ഈ കാണുന്നതാണ് സിറ്റി ഗാലറി. ഇതിൻ്റെ ഉള്ളിലാണ് അണ്ടർ വാട്ടർ അക്വേറിയമൊക്കെ വരുന്നത്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു സംഭവം ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ, നേരിൽ കാണാൻ. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പാർക്കിംഗ് കിട്ടാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പാർക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ അവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. ഞങ്ങൾ പാർക്കിംഗ് ചെയ്തപ്പോൾ തന്നെ അവിടെ കുറേ സൂപ്പർ സ്പോർട്സ് കാറും അങ്ങനത്തെ എന്താ പറയുക, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള വണ്ടികളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കുട്ടികൾ പറഞ്ഞ് ഷൂട്ട് ചെയ്യ് വീഡിയോ എടുക്കുക. ഒരുപാട് ഇതിപ്പം നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഖത്താറ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സൂപ്പർ കാർസ്, ഇങ്ങനത്തെ സ്പോർട്സ് കാറ്, ലക്ഷറിയസ് വണ്ടികളൊക്കെ ഇങ്ങനെ നിരനിരയായി പോകുന്നത് കാണാം. കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഹരമാണ്. നല്ല എന്താ പറയുക, അവർ ഓരോ വണ്ടിയുടെ പേര് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വണ്ടി ഉണ്ട് എന്നൊക്കെ തന്നെ അറിയുന്നത്. നമ്മളെക്കാട്ടിയും കൂടുതൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ കാറിനോടൊക്കെ ക്രേസ് കൂടുതലായിരിക്കണം. അപ്പോൾ അത് കുറച്ച് നേരം കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ സിറ്റി ഗാലറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് പോയി. നല്ല രസമുണ്ട് കാണാൻ, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ തന്നെയാണ് നമുക്കതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയം. ഇതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് ദോഹ പോർട്ടിൽ അക്വേറിയം ഉണ്ട്, അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട്. പക്ഷേ അത് ഇതിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. അതുപോലെ തന്നെ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. ഇത് അതിനെ കുറച്ചൊരു ചെറുതായിട്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം മീൻ നമ്മൾ എന്താ പറയുക, ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ മീനൊക്കെ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളിയാണല്ലോ. അതും നല്ല ഹൈറ്റിലായിട്ടുള്ളൊരു അക്വേറിയമാണിത്. മീനൊക്കെ കൂട്ടായിട്ട് മേലെയും താഴെയും പോയി വരുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്, പിന്നെ അവിടെ കുറച്ച് നമ്മുടെ പ്രൊജക്ടർ വെച്ചിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം നോക്കി, മീനൊക്കെ നോക്കി, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുട്ടികൾക്ക് ബോറിങ്ങായി. അവർ പിന്നെ ഒരു സംഗതി കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാന്നല്ലാണ്ട് പിന്നെ കുറേ നേരമൊന്നും അവരെ കൊണ്ട് അതിന് പറ്റില്ല. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പോകാം, വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കോർണിഷ് പോലെ തന്നെ കുറേ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് നല്ല അടുത്ത് നിന്ന് തന്നെ കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി നോക്കി. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഫ്രൈഡേ ആയതുകൊണ്ട് എന്തായാലും രാത്രി ഭക്ഷണം പുറത്തുനിന്നായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനും റൂമിലേക്കൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാൾ വീഡിയോ ഇടാത്തത് കൊണ്ടിട്ടുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊന്ന് തൽക്കാലത്തേക്ക് ക്ഷമിച്ചുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുക. കൂടുതൽ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ നോക്കുക. ഇനിയുള്ള വീഡിയോസൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ടുള്ളതും നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാൻ നോക്കാം. ഡെയിലി വ്ളോഗ്സ്, എന്തെങ്കിലും ട്രാവലിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.